السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله خاتم النبيين سيد الأنبياء والمرسلين وعلى آله الطيبين وأصحابه الطاهرين والمؤمنين والمسلمين كلهم أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. صدق الله العظيم. ഈദ് സദസ്സിലുള്ള ആദരവുകൾ നിറഞ്ഞ സയ്യിദന്മാരെ, ആലിമീൻകളെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നും സനദ് കരസ്ഥമാക്കിയ ആലിമീൻകൾക്കും ഹാഫിളീൻകൾക്കും ചില വാക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു ജല്ല ഷാനുഹു വ തആല പഠിച്ച ഇൽമു പ്രകാരം അമൽ ചെയ്യാനും തഖ്വയോടുകൂടിയുള്ള ജീവിതം ജീവിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹു ജല്ല ഷാനുഹു വ തആല ചിലർക്ക് ചില പ്രത്യേകതകൾ, ശ്രേഷ്ഠങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. അൻബിയാക്കൾ എല്ലാവരും ഒരുപോലെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ശ്രേഷ്ഠത മറ്റവർക്കില്ല. സഹാബാക്കളിൽ ബദരീൻകൾക്കുള്ള ശ്രേഷ്ഠത മറ്റ് സഹാബത്തുകൾക്ക് ഇല്ല. സ്ത്രീകളിൽ ഉമ്മഹാത്തുൽ മുഅ്മിനീൻകൾക്കുള്ള ശ്രേഷ്ഠത മറ്റവർക്കില്ല. യാ നിസാ അൻ-നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസായി. ആ ശ്രേഷ്ഠതയെ കുറിച്ച് അല്ലാഹു എടുത്തു പറയുകയാണ്. തിൽക്കർ റുസുലു ഫല്ലൽനാ ബഅദഹും അലാ ബഅദ്. ചില അമ്പിയാക്കൾക്ക്, ചില റുസുലുകൾക്ക് അല്ലാഹു ചില ശ്രേഷ്ഠത, പ്രത്യേകത നൽകിയിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് അല്ലാഹു രണ്ട് സിഫത്ത്, തൻ്റെ രണ്ട് സിഫത്തിനെ നൽകി. അതിൽ ഒന്ന് ഖുദ്ദൂസിയത്ത്, മറ്റൊന്ന് സലാമത്ത്. ഈ ഖുദ്ദൂസിയത്ത് എന്ന് പറയപ്പെടുന്ന സലാമത്ത് എന്ന് പറയപ്പെടുന്ന ഈ രണ്ട് സിഫത്തുകളും അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനക്ക് നൽകി. ഇബ്രാഹിം അലൈഹിസ്സലാം തങ്ങളുടെ ജീവിതം പരിശോധിച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും സലാമത്ത് കാണാം, ശ്രേഷ്ഠത. നമ്രൂദ് തീയിലിട്ട് കരിക്കാൻ ഉദ്ദേശിച്ചപ്പോൾ
കൂനു ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം, അല്ലാഹു സലാമത്ത് നൽകി. ഇറാഖിൽ നിന്നും ഹിജ്റത്ത് പുറപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്ന വഴിയിൽ അക്രമക്കാര ഭരണാധികാരി ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ഭാര്യ സാറാവിനെ പിടിച്ചെടുക്കാൻ അവൻ ഉദ്ദേശിച്ചപ്പോൾ അല്ലാഹു ജല്ല ശാനുഹു വ തആല അതിൽ നിന്നും സലാമത്ത് നൽകി. ഇസ്മായിൽ അലൈഹിസ്സലാമിനെ ദബഹ് ചെയ്യണം എന്ന് ആദ്യം അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ അതിനും തയ്യാറായപ്പോൾ അല്ലാഹു ജല്ല ശാനുഹു വ തആല സ്വർഗത്തിൽ നിന്നും ഒരാട് അനുപ്പിവെച്ച് അതിനെ അറുക്കാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ച വിഷയം നമുക്കറിയാം. അവിടെയും അള്ളാഹു സലാമത്ത് നൽകി. ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ വിഗ്രഹ ആരാധന വ്യാപകമായിരുന്ന ആ സമയത്ത് അവരുടെ ഒരു ഈദിന്റെ ദിവസം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ വിളിച്ചപ്പോൾ ഞാൻ ഒരു രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ടും പിൻവാങ്ങി. അതിനുശേഷം ഇവർക്ക് ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും ഒരു അവസരം വിഗ്രഹ ആരാധനയിൽ കഴിഞ്ഞുകൂടുന്ന ഈ സമൂഹത്തിന് അതിൻ്റെ മോശത്തനങ്ങൾ എന്താണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും ഒരു അവസരം നോക്കിക്കൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം. അവന്റെ ഒരു അമ്പലം, ആ അമ്പലത്തിലുള്ള അവരുടെ എല്ലാ മാബൂദുകളും എല്ലാം അടിച്ചു ഉടച്ചു. അവസാനം ഒരേ ഒരു വലിയ ഒരു വിഗ്രഹം, അതിൻ്റെ ഒരു കോടാരി, മഴു എന്ന് പറയുന്നല്ലോ, ഈ മഴുവിനെ തട്ടി തൂക്കി. ആരാണ് ഇത്? എല്ലാ വിഗ്രഹങ്ങളും അടിച്ചുടച്ചിട്ടുണ്ടല്ലോ, ഇത് ആരാണ് ചെയ്ത പണി? അന്വേഷിച്ചപ്പോൾ അത് ഇബ്രാഹിമാണ് എന്ന് പറയപ്പെട്ടു. വിളി അവനെ വിളി എന്ന് പറഞ്ഞു. വിളിച്ചു. അതിനുശേഷം ഒരു തീക്കുണ്ടം ഉണ്ടാക്കപ്പെട്ട് ആ തീ പല ദിവസങ്ങൾ അതിൽ കറിച്ച് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അതിൽ ഉള്ളിൽ ഇടാൻ വേണ്ടി അവൻ പരിശ്രമിച്ചപ്പോൾ, ആ നമ്രൂദ് പരിശ്രമിച്ചപ്പോൾ ആ സമയത്ത് കൂനു ബർദൻ വ സലാമൻ അലാ ഇബ്രാഹിം എന്ന ആയത്ത് ഇറങ്ങി. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ മൂസാ അലൈഹിസ്സലാമിനുക്ക് അല്ലാഹു ജല്ല ഷാനുഹു തക്ലീബ് എന്ന ഒരു സിഫത്ത് നൽകി. അള്ളാഹുവിന്റെ ഒരു സിഫത്താണ്, അള്ളാഹുവിന്റെ ഒരു ഗുണമാണ്. യാ മുഖല്ലിബൽ ഖുലൂബ്, കൽബുകളെ മാറ്റിമറിക്കുന്നവനെ എന്ന ഒരു ദുആ ഉണ്ട്. ഇങ്ങനെ ഒരു വസ്തുവിനെ മാറ്റിമറിക്കുന്ന തക്ലീബ് എന്ന സിഫത്ത് മൂസാ അലൈഹിസ്സലാമിനുക്ക് അള്ളാഹു നൽകി. ഒരു പദാർത്ഥത്തെ മറ്റൊരു പദാർത്ഥത്തിലേക്ക്, ഒരു മെറ്റീരിയലിനെ മറ്റൊരു മെറ്റീരിയലിലേക്ക് മാറ്റുന്ന ഒരു സിഫത്ത് അള്ളാഹുവിൻ്റെ സിഫത്താണ്. അത് മൂസാ അലൈഹിസ്സലാമിനുക്ക് അള്ളാഹു നൽകി. കയ്യിൽ ഒരു വടിയുണ്ടാകും, അത് താഴെ ഇട്ടാൽ അത് പാമ്പായി മാറും. ജൈബിൽ കൈവച്ചെടുത്താൽ അത് ആ കൈ പ്രകാശിക്കും. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായി മാറ്റൽ,
അങ്ങനെ കുറെ ഉണ്ട്. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങൾക്ക് അല്ലാഹു ജല്ല ശാനുഹു വ തആല യഹ്യ എന്ന ഒരു സിഫത്ത് നൽകി. ഷിഫ എന്ന ഒരു സിഫത്ത്, അതായത് ഇബ്രാ ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ വ ഉഹ്യിൽ മൗത ബിഇദ്നില്ലാഹ്. കാഴ്ച ഇല്ലാത്തവർക്ക് കാഴ്ച നൽകണം, മരിച്ചുപോയവർക്ക് ഹയാത്ത് നൽകണം. ഇത് ഈസാ അലൈഹിസ്സലാമിന്റെ മോജിസയാണ്. അള്ളാഹ് ഈ സിഫത്ത് അവർക്ക് നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു അലീമായ ഹക്കീമായവൻ തന്റെ രണ്ട് സിഫത്ത് ഇൽമു ഹിക്മത്ത് എന്ന രണ്ട് സിഫത്തും അള്ളാഹു നൽകി. മറ്റതൊക്കെ ഒരു കാലഘട്ടത്തോടു കൂടി അത് കഴിഞ്ഞുപോയി. പക്ഷെ ഈ ഇൽമു ഹിക്മത്ത് എന്ന് പറയപ്പെടുന്ന ഈ സിഫത്ത് രണ്ടും ഖിയാമത്ത് വരെ ദായിമായ ഒരു സിഫത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷവും ഇന്ന് വരെ ആ ഇൽമും ഹിക്മത്തും ഇന്നും ഹയാത്തോടു കൂടിയുണ്ട്. ലക്ഷക്കണക്കിൽ എഴുതപ്പെട്ട കിതാബുകൾ, ലൈബ്രറികൾ അടുക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന പല ലക്ഷ കിതാബുകൾ ഇതിന്റെ ഒരു സാക്ഷ്യമാണ്. ലക്ഷക്കണക്കായ ഉലമാക്കൾ അവരുടെ പ്രസംഗങ്ങൾ ദീനിനെ വ്യാപിപ്പിക്കാൻ വേണ്ടി അവർ ചെയ്ത ത്യാഗങ്ങൾ, ഇതെല്ലാം ഖിയാമത്ത് നാൾ വരെ അല്ലാഹു ജല്ല ശാനുഹു വ തആല ഉലമാക്കളെ കൊണ്ട് ലിറ്ററേച്ചർ ആയാലും ശരി, സ്പീച്ചുകളായാലും ശരി, അള്ളാഹു ഈ ദീനിനെ ഹയാത്താക്കാൻ വേണ്ടി ഇൽമും ഹിക്മത്തിനെയും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഈ ഇൽമും ഹിക്മത്തുമാണ്, ഈ മാരിഫത്താണ് ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലെയും അറബി കോളേജുകൾ, ദർസുകൾ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ വിജ്ഞാന ദീനി ഇൽമിന്റെ സ്ഥാപനങ്ങൾ പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇൽമും ഹിക്മത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട ഒന്ന്. എല്ലാ കാലവും സദാ അത് ഹയാത്തോടുകൂടിയിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാഹു ജല്ല ശാനുഹു വ തആല ആലിമീൻകളെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. നല്ല പഠിച്ച ആലിമീൻകളെയും ഹാഫിളീൻകളെയും വാർത്തെടുക്കുന്ന പല സ്ഥാപനങ്ങൾ നാം കാണുന്നു. മഹാനായ ബാനി ശംസുൽ ഉലമാ അലാ ഹസ്രത്ത് നവ്വറല്ലാഹു മർഖദഹു തങ്ങൾ സ്ഥാപിച്ച വാഖിയാത്തിൽ നിന്നും ഇതുവരെ പലായിരക്കണക്കായ ഉലമാക്കൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവർ ഈ ദീനിന് വേണ്ടി പല കഷ്ടപ്പാടുകൾ സഹിച്ച് ഈ ദീനിനെ വ്യാപിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അന്നു മുതൽ ഇന്ന് വരെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇന്ന് ഈ മഹത്തായ സ്ഥാപനത്തിൽ നിന്നും സനദ് വാങ്ങി ഇവിടുന്ന് ഫാരിഗാകുന്ന ആലിമീൻകൾ, ഹാഫിളീൻകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിന്റെയും ഹിക്മത്തിന്റെയും വാരിസീൻകളാണ്. ഇൽമു പഠിക്കൽ, അതേപോലെ പഠിച്ചതിന് ശേഷം മറ്റവർക്ക് പഠിപ്പിക്കൽ, ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്നാണ്. നിങ്ങൾക്കറിയാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സദസ്സിൽ കടന്നു പോകുന്നു. അവിടെ ഒരു കൂട്ടർ ഇബാദത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് കടക്കുമ്പോൾ ഇവർ ഖൈറിലാണ് ഉള്ളത്. ഇന്നൊരു കൂട്ടർ മറ്റൊരു കൂട്ടർ ആ കൂട്ടരിലേക്ക് ചൂണ്ടിക്കാണിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവർ യതഫഖഹൂൻ, അവർ യഅമലൂൻ വയശ്തഗിലൂന വയദ്ഊന അല്ലാഹ
ഇൻ ശാഅ അഅതാഹും വ ഇൻ ശാഅ മനഅഹും. ഇവർ ഇബാദത്തുകളിലും ദിക്റുകളിലും തസ്ബീഹുകളിലും ബന്ധപ്പെട്ടിരിക്കുന്നു. അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ അവർക്ക് അത് നൽകും, അല്ലാഹ് ഇഷ്ടപ്പെട്ടാൽ അത് നൽകുകയില്ല. മറ്റൊരു കൂട്ടർ ഇതോ ഇവിടെ കാണുന്ന ഈ കൂട്ടം ചൂണ്ടിക്കാണിച്ച അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖിലാഹുമാ ലൽ ഖൈർ, രണ്ടുപേരും ഖൈറായ വഴിയിലാണ് ഉള്ളവർ. എന്നാലും മറ്റവർ ഇൽമിൽ ബന്ധപ്പെടുന്നവർ, അത് ജനങ്ങൾക്ക് മറ്റവർക്ക് പഠിപ്പിക്കുന്നവർ, അവരെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ അഹദുഹുമാ അഫ്ളലു മിനൽ ആഖരി, ഈ രണ്ടിൽ ഈ കൂട്ടർ അഫ്ളലു മിനൽ ആഖരി, മറ്റവരിനെക്കാളും ശ്രേഷ്ഠമുള്ളവരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് ആ സദസ്സിൽ തന്നെ ഇരുന്നു. അപ്പ പറഞ്ഞു, ഇന്നമാ ബുഇസ്തു മുഅല്ലിമൻ, ഞാൻ മുഅല്ലിമാണ്, ഒരു വിദ്യാപകനാണ്, ഞാൻ ദീനിയായ ഇൽമു പഠിപ്പിക്കുന്ന മുഅല്ലിമായിട്ടാണ് അയക്കപ്പെട്ടു എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്, ആലിമുകളാവണം, പഠിക്കണം, മറ്റവർക്ക് പഠിപ്പിക്കണം. അറിയാത്ത മക്കൾക്ക് പഠിപ്പിക്കൽ നമ്മുടെ ബാധ്യതകളിൽ ഒന്നാണ്. അത് നമുക്ക് മെമ്പർ മെഹറാബ് കിട്ടിയാലും ശരി, ദർസിന്റെ രംഗത്ത് കയറി അതിൽ സേവനം ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിയാലും ശരി, ഖാദിയായാലും ശരി, ഖതീബായാലും ശരി, ഏത് രംഗത്തിൽ ഏത് മേഖലയിൽ നിങ്ങൾ കയറി സേവനം ചെയ്യാനുള്ള തൗഫീഖ് കിട്ടിയാലും ശരി, അല്ലാഹുവിന്റെ ദീനിനെ മറ്റവർക്ക് പഠിപ്പിക്കണം. ഞാൻ അസറിന്റെ ശേഷം ഉലമാക്കളുടെ സദസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ആമാലുകളിനെക്കാളും അഖായിദുകളെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച്, അതേപോലെ വിശ്വാസപരമായ പല കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തണം. ഹഖീഖത്ത് ഏതാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള സിഫാത്തുകൾ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഫഅലുകൾ, അവന്റെ ഹിക്മത്തുകൾ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, മറ്റവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ തന്നെ റിസാലത്തിനെ കുറിച്ച്, ഖത്മ നുബുവത്തിനെ കുറിച്ച്, നുബുവത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, വിലായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുത്തൻ താൻ വലി എന്ന് പറയുന്നു, ശരി, താൻ മഹ്ദി എന്ന് പറയുന്നു, ഇന്നൊരുത്തൻ ഞാൻ നബി എന്ന് പറയുന്നു, ഞാൻ മസീഹ് എന്ന് പറയുന്നു, ഒരുത്തൻ ഞാൻ ഇലാഹ് അല്ലാഹുവാണ് എന്ന് പറയുന്നു. അതിനേക്കാളും അക്രമം, ഞാൻ എല്ലാ അല്ലാഹുക്കും ഞാൻ അല്ലാഹുവാണ്, അല്ലാഹുവിന്റെ അല്ലാഹ് ഞാനാണ് എന്ന് വാദിക്കുന്നവര് ഇന്ന് പല ഭാഗത്തും അങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ജനങ്ങൾ പിഴച്ചു പോകാനുള്ള ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ നേരായ വഴിക്ക് കൊണ്ടുവരാനുള്ള ഒരു ബാധ്യത ഉലമാക്കൾക്ക് ഉണ്ട്. ഇപ്പോ ഈ ഇവിടെ സനദ് വാങ്ങിച്ച ഈ ആഫിലീൻകൾ, ആലിമീൻകൾ, നിങ്ങൾ പഠിക്കണം, കൂടുതൽ പഠിക്കണം. പഠിച്ചതിന് ശേഷം ആമിലീൻകളാകണം, അമൽ ചെയ്യുന്നവരാകണം, മുത്തഖീൻകളാകണം. അള്ളാഹു പറയുന്നത്, കൂനു റബ്ബാനിയീൻ, നിങ്ങൾ റബ്ബിനോട് മൻസൂബായ ആലിമീൻകളായി മാറണം. റബ്ബാനി എന്ന് പറഞ്ഞാലും ശരി, മൗലവി എന്ന് പറഞ്ഞാലും ശരി, രണ്ടും ഒന്നാണ്. റബ്ബാനിയീൻ ബിമാ കുന്തും തുഅല്ലിമൂനൽ കിതാബ്, ഈ ഖുർആനിനെ, ഈ വേദത്തിനെ പഠിപ്പിക്കുന്ന ഈ മഹത്തായ ഈ ജോലി കൊണ്ട്, ഈ ഖിദ്മത്ത് കൊണ്ട് നിങ്ങൾ റബ്ബാനിയായ ആലിമായിരിക്കണമെന്ന് അല്ലാഹു ജല്ല ശാനുഹു വ തആല കൽപ്പിക്കുന്നു. അതുപോലെ റബ്ബാനിയായ ആലിമായി നിങ്ങൾ മാറണം, പല സേവനങ്ങൾ ചെയ്യാൻ തയ്യാറാകണം. അല്ലാഹു ജല്ല ശാനുഹു വ തആല നമ്മളെ കൊണ്ട് അള്ളാഹുവിൻ്റെ റിളാ കൊണ്ട്, അള്ളാഹുവിൻ്റെ തൃപ്തി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു ജല്ല ശാനുഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാവട്ടെ. ഈ സ്ഥാപനത്തിൻ്റെ കബീർ ബാഖവിയാകട്ടെ, ഉസ്താദന്മാർ, അതേപോലെ ഇതിൻ്റെ കമ്മിറ്റിക്കാർ, സഹായികൾ, എല്ലാവർക്കും അല്ലാഹു ജല്ല ശാനുഹു വ തആല എല്ലാ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാവട്ടെ. ഇതുപോലെ പല ആലിമീൻകളെ വാർത്തെടുക്കാനുള്ള നല്ലൊരു സ്ഥാപനമായി അല്ലാഹു മാറ്റി അനുഗ്രഹിക്കുമാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.